നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. IPL 2026 സീസൺ ആവേശകരമായി പുരോഗമിക്കവേ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. IPLന്റെ ചരിത്രത്തിൽ 5 തവണ കിരീടം നേടിയ ചാമ്പ്യന്മാരുടെ നിരയാണ് മുംബൈയുടേത്. സച്ചിൻ ടെണ്ടുൽക്കറും അതിനുശേഷം രോഹിത് ശർമ്മ എന്ന ഇതിഹാസ നായകനും പിറന്ന മുംബൈ ഇത്തവണ വലിയ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹാർദിക് പാണ്ഡ്യ എന്ന നായകന് കീഴിൽ 6ാം കിരീടം സ്വപ്നം കണ്ട മുംബൈക്ക് ഇത്തവണ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു. തോറ്റു തുടങ്ങുന്ന മുംബൈ ഇത്തവണ ജയിച്ചു തുടങ്ങിയപ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ 4 തുടർതോൽവികളാണ് മുംബൈയെ കാത്തിരുന്നത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ ബാധിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ സ്വഭാവവും അദ്ദേഹം ടീമിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിനെതിരായ അവസാന മത്സരത്തിലാണ് മുംബൈ ടീമിനുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നത്. ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയത് മുംബൈയിലെ പല സീനിയർ താരങ്ങളെയും മറികടന്നുകൊണ്ടായിരുന്നു. ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവുമെല്ലാം രോഹിത് ശർമ്മയ്ക്ക് ശേഷം മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം മോഹിച്ചിരിക്കവെയാണ് അപ്രതീക്ഷിതമായി ഹാർദിക്കിനെ മുംബൈ ടീം മാനേജ്മെന്റ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ നീരസം ടീമിലെ സീനിയർ താരങ്ങൾക്കുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. ഇത്രയും നാൾ മൂടിവെക്കപ്പെട്ട ആ പ്രശ്നങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണെന്ന് തന്നെ പറയാം. പഞ്ചാബിനെതിരായ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള വിഷയം ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. ടീം മാനേജ്മെന്റും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഹാർദിക് ബുംറ പോരിന്റെ പുതിയ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നതോടുകൂടിയിട്ട് വിഷയം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറ ആവശ്യപ്പെട്ട ഫീൽഡ് ഒരുക്കി നൽകാൻ ഹാർദിക് പാണ്ഡ്യ തയ്യാറാകാതിരുന്നതും തുടർന്ന് കളത്തിൽ ബുംറ നിരാശനായി കാണപ്പെട്ടതും തുടർന്ന് ചെയ്ത കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് മുംബൈ ടീം മാനേജ്മെന്റ് വലിയ നാണക്കേട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും പറയാം. ഇതിന്റെ ഭാഗമായി ചില നീക്കങ്ങൾ മുംബൈയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടം ചൂടിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ്. പ്രഥമ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് എത്തുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണേഴ്സ് അപ്പ് ആക്കുകയും ചെയ്ത ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മികവിൽ മുംബൈ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷേ മുംബൈ ടീമിലേക്ക് എത്തിയപ്പോൾ സീനിയർ താരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും സഹതാരങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിലും ഹാർദിക് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ നിലയിൽ ഹാർദിക്കുമായി മുംബൈ ടീം മുന്നോട്ട് പോകുന്നത് ടീമിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ പുറത്താക്കണമെന്ന ആവശ്യം പല സീനിയർ താരങ്ങളും മുൻ താരങ്ങളും പ്രമുഖരുമടക്കം അഭിപ്രായപ്പെട്ട് രംഗത്തെത്തുകയാണ്. മനോജ് തിവാരി ഏറ്റവും ഒടുവിലായി പറഞ്ഞത് ഹാർദിക്കിനെ കൊണ്ട് മുംബൈയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും ക്യാപ്റ്റൻസി നൽകാതെ മുംബൈക്ക് ഒരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ളതാണ്. ഈ അഭിപ്രായം തന്നെയാണ് പല ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് മുംബൈ ടീം മാനേജ്മെന്റ് കടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇതിനുള്ള സാധ്യത വിരളമാണെന്ന് തന്നെ പറയാം. എന്തായാലും മുംബൈ ടീമിന് ഒപ്പം ഈ സീസണിൽ ഹാർദിക്കിന് മികവ് കാട്ടാൻ സാധിക്കാതെ പോയാൽ അടുത്ത സീസണിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അത് ബാധിക്കാൻ സാധ്യതകളേറെയാണ്. കാരണം രോഹിത് ശർമ്മയെ അപ്രതീക്ഷിതമായി മാറ്റുകയും ഹാർദിക്കിനെ കൊണ്ടുവരികയും ചെയ്തത് ടീം മാനേജ്മെന്റ് പല വെല്ലുവിളികളെയും വിമർശനങ്ങളെയും മറികടന്നാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന്റെ ഭാഗത്തു നിന്ന് മികവിനൊത്ത ഒരു പ്രകടനം ഉണ്ടായില്ലെങ്കിൽ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ കൈവിടാൻ സാധ്യത കൂടുതലാണ്. നിലവിലെ മുംബൈ ടീമുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അടുത്ത സീസണിൽ മുംബൈ ചില പദ്ധതികൾ മെനയുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതായത് ചില സുപ്രധാന താരങ്ങളെ മുംബൈ ഭാവിയിലേക്ക് നോട്ടമിടുന്നു. അതായത് അടുത്ത സീസണിൽ യശസ്വി ജയ്സ്വാളിന് വേണ്ടിയിട്ട് പിടിമുറുക്കാനുള്ള നീക്കം മുംബൈ മാനേജ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. എങ്കിലും ഇതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇടംകയ്യൻ ബാറ്റ്സ്മാൻ രാജസ്ഥാൻ റോയൽസിനൊപ്പം മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട്. സഞ്ജു സാംസണിന് ശേഷം രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സ്ഥാനം ജയ്സ്വാൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പലവട്ടം സൂചന നൽകിയിട്ടുള്ളതാണ്. റിയാൻ പരാഗാണ് രാജസ്ഥാന്റെ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത്. ഇതിൽ ജയ്സ്വാളിന് സ്വാഭാവികമായിട്ടും ചെറിയ അതൃപ്തി ഉണ്ടാവും. മുംബൈ ഇന്ത്യൻസ് ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ജയ്സ്വാളിനെ കൊണ്ടുവന്ന് വളർത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഭാവി മുന്നിൽ കണ്ട് ഇത്തരമൊരു നീക്കം മുംബൈയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രോഹിത് ശർമ്മയെ ഈ സീസണിൽ നായകസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത വിരളമാണ്. കഴിഞ്ഞ ദിവസം ഹാർദിക് കളിക്കായിരുന്ന സമയത്ത് സൂര്യകുമാർ യാദവ് ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ എന്നതിൽ അദ്ദേഹത്തിനായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം നൽകിയിരുന്നത്. രോഹിത്തിനെ ഇനി തിരികെ കൊണ്ടുവന്നാലും മുംബൈക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മുംബൈയുടെ ബൗളർമാരും വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ജസ്പ്രീത് ബുംറ 5 മത്സരത്തിൽ ഒരു വിക്കറ്റ് പോലും നേടിയിട്ടില്ല. ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും എല്ലാം നന്നായി തല്ലുവാങ്ങുന്നു. സ്പിന്നർമാരുടെ പ്രശ്നം നേരത്തെ മുതൽ ചർച്ചയായതാണ്. ഇവർക്കൊന്നും മികവ് കാട്ടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത് വന്നാലും മുംബൈ ടീമിന്റെ പ്രകടനം അത്ഭുതകരമായി മാറുമെന്നൊന്നും നമുക്ക് കരുതാനാവില്ല. എന്തായാലും മുംബൈ ടീം ചില കടുത്ത നീക്കങ്ങൾക്ക് തന്നെ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ക്രിക്കറ്റ് വിദഗ്ധർ നൽകുന്നത്. എന്തൊക്കെയാവും ആ മാറ്റങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.